ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിൽ പുതിയതായിട്ട് ആരംഭിച്ച ഒരു റിസോർട്ടിലാണ്. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് വളരെ കമാൻ കൊയക്റ്റായിട്ടുള്ള ഒരു പ്ലേസിലാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. റബ്ബർ തോട്ടങ്ങൾക്കുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ, കാമാൻ കൊയക്റ്റായിട്ട് കിളികളുടെ ശബ്ദങ്ങളും ഒക്കെ കേട്ട് നമുക്ക് ഇവിടെ വന്ന് താമസിക്കാനായിട്ട് പറ്റുന്ന ഒരു മനോഹരമായ സ്പോട്ടിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ റിസോർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് കാണുന്നതാണ് ഈ ഒരു ട്രീ ഹൗസ് മോഡലിലൊരു ഏറുമാടം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന് താഴെ ഒരു കുളമുണ്ട്, കണ്ടോ? ഈ ഒരു കുളമാണ്. ഈ കുളത്തിൻ്റെ മുകളിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്തോട്ട് കയറി നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ കയറുമ്പോൾ എന്തൊക്കെ വ്യൂ ആണെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, കാമാൻ കൊയക്റ്റായിട്ടുള്ള സ്ഥലമാണ്. രാവിലെ കിളികളുടെ ബഹളമായിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിവിടെ കയറി ഒന്ന് നോക്കാം. അപ്പം ഇതുവഴിയാണ് നമ്മൾ നടന്ന് ഈ ഒരു ടോപ്പിലിരിക്കുന്ന ഹൗസിലേക്ക് എത്തുന്നത്. എത്തിക്കഴിയുമ്പം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മുടെ റിസോർട്ടാണെങ്കിൽ ഇത് ഇവിടാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 10 റൂമുകളാണ് ഈ റിസോർട്ടിലുള്ളത്. നമുക്ക് റിസോർട്ടിനകത്തോട്ട് പോയിട്ട് കാഴ്ചകളൊക്കെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഈ ഒരു ട്രീ ഹൗസ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ റൂം എടുത്താലും നമുക്ക് ഇവിടെ വന്ന് ഈ ട്രീ ഹൗസിൽ നമുക്ക് കയറിയിരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതിന് എക്സ്ട്രാ ചാർജൊന്നും ഇവിടെ ഈടാക്കത്തില്ല. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ നമുക്കിവിടെ റൂംസ് ഉണ്ട്. ഇവിടെ 3 റൂംസാണുള്ള, ബാത്റൂംസും ഉണ്ട്. അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പം ഇതുവഴിയാണ് അകത്തേക്ക് കയറേണ്ടത്. ട്രഡീഷണൽ ഒരു വീടായിരുന്നു. ഏകദേശം 125 വർഷം പഴക്കമുള്ള ഒരു ട്രഡീഷണൽ വീട് അവർ റിന്യൂവേറ്റ് ചെയ്തിട്ടാണ് ഒരു റിസോർട്ടാക്കി മാറ്റിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ റിസോർട്ടിൻ്റെ ലോബിയിലാണ്. ഈ ലോബിയിൽ നല്ലത് ഒരു ആട്ടുകെട്ടിലൊക്കെ ഉണ്ട്. ഈ ആട്ടുകെട്ടിൽ ആടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആട്ടുകെട്ടിൽ ആടിക്കൊണ്ട് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇവിടെ മനോഹരമായ ഗ്ലാസ് ഇട്ടിട്ട് അതിന് സേഫ്റ്റിക്ക് വേണ്ടി അഴി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലോബിയുടെ സൈഡിൽ തന്നെ ഫസ്റ്റിൽ ഇവിടെ ഒരു റൂം കൊടുത്തിട്ടുണ്ട്. ആ റൂമിൽ കട്ടിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനായിട്ട് ഒരു പഴയ മോഡൽ ചാരികസാറ, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, അത്തരം ചാരികസാറകൾ കിടപ്പുണ്ട്. ഇതൊക്കെ എടുത്ത് നമുക്ക് പുറത്തിട്ടൊക്കെ ഇരിക്കാം കേട്ടോ. ഇതാണ് ആദ്യത്തെ ഒരു റൂം. ഇപ്പം ബെഡ്ഷീറ്റ് എല്ലാം നമ്മൾ കസ്റ്റമർ വന്നു കഴിയുമ്പോഴത്തേനെ വിരിക്കത്തുള്ളൂ. ഇവിടെ ഒരു കോമൺ ആയിട്ടൊരു ഡൈനിങ് റൂം കൊടുത്തിട്ടുണ്ട്. ഇതിനടുത്ത് ഒരു കിച്ചണും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് കിച്ചണും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു കിച്ചണാണ്. പിന്നെ ഈ ഡൈനിങ് റൂമിൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യക്കാർക്കൊന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ ഇവിടെ ഒരു കോമൺ ബാത്റൂമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, 125 വർഷമുള്ള ഒരു പഴയ വീടിനെ റിന്യൂവേറ്റ് ചെയ്താണ് ഈ റിസോർട്ടിൻ്റെ. അപ്പം പഴയ ട്രഡീഷണൽ രീതിയിൽ പഴയ ആൾക്കാർക്ക് അതുപോലത്തെ റൂമുകളാണ്. ഇങ്ങോട്ടാണ് നമ്മുടെ റൂമുകളെല്ലാം വരുന്നത്. ഇതെല്ലാം നല്ല ഫുൾ AC-യിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ AC സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബാത്റൂംസ് ഉണ്ട്. ഇവിടെ ഒരു വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതേ ബെഡ് കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം. ഇവിടെ എന്നാ കണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വീണ്ടും ലോബിയിലാണ്. അപ്പം ഇവിടെ നേരെ നടന്നു പോയിക്കൊണ്ട് ഈ സൈഡിലെല്ലാം മനോഹരമായിട്ടുള്ള പഴയ തടികൾ വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അടുത്തൊരു ബെഡ്റൂമാണ്. ഇതാണ് നമ്മൾ കയറി വന്ന ഈ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നമ്മൾ AC സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഫാൻ്റെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി തണുപ്പുണ്ട്. AC കൂട്ടി കഴിഞ്ഞാൽ പിന്നെ കൂൾ ആൻഡ് കാമായിട്ട് നമുക്കിവിടെ കിടക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നിന്ന് നടന്ന് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഈ എൻട്രൻസിൽ നിന്ന് നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ തരും. കാരണം മനോഹരമായ ഒരു കാഴ്ചയാണ്. ഞാൻ പറഞ്ഞില്ലേ, കാമാൻ ക്വയറ്റായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാനും അതുപോലെ നമുക്ക് പുറത്തിറങ്ങി ഇരിക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സറയിട്ടൊക്കെ 4 മണിക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയാണ്. ഇത് വലിയ ബോഡിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഇതിനകത്ത് 2 ബെഡേ കൊടുത്തിട്ടുള്ളൂ. ഇനിയും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇവിടെ വരുന്നെങ്കിൽ നമുക്ക് അതിന് അറേഞ്ച്മെൻ്റ് എല്ലാം ഉണ്ട്. അതിൽ കൂടുതൽ ആൾക്കാർക്ക് വേണമെങ്കിലും ഇപ്പം ഇതിനകത്ത് കട്ടിലുകൾ അറേഞ്ച് ചെയ്ത് കിടക്കാനായിട്ടൊക്കെ സാധിക്കും. ഇതിന് എല്ലാം ഇവിടെ ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും ഇവിടെ കോമൺ ബാത്റൂമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമാണ് നമ്മൾ
ഒരു റിസോർട്ട് ടൗണിന് ഉള്ളിലാണെങ്കിലും ഇവിടെ മറ്റുള്ള ഒരു ആൾക്കാരുടെ ശല്യമോ കാര്യങ്ങളോ ഇല്ല. ഇവിടെ നമ്മൾ എത്ര ഉള്ളിലാണെന്ന് വിചാരിച്ച് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാ സ്ഥലത്തിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് ഒരാളും ഇതിനകത്തേക്ക് വരത്തുമില്ല. ഈ ഒരു സൗണ്ട് കേട്ടോ, കിളികളാണ്. ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഈ സൈഡിൽ നിന്നെല്ലാം പറന്ന് താഴോട്ട് പോയതാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ റിസോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. കോട്ടയം ജില്ലയിൽ പത്തനാടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇത് ബുക്ക് ചെയ്യാനുള്ള നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ച് നമുക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ്.